ചിലങ്കയണിഞ്ഞ് തിരുനെല്ലിയിലെ നാട്ടുവഴികൾ. തിരുനെല്ലി ക്ഷേത്രനടയിൽ അടിയ സമുദായം അനുഷ്ഠാനപരമായി ഖതിക അവതരിപ്പിച്ചു. അടിയ സമുദായത്തിലെ ഖതികയെക്കുറിച്ചാണ് ഇന്നത്തെ റിപ്പോർട്ട്. കാടിന് നടുവിലെ തിരുനെല്ലിക്ക് വീണ്ടും ഖതിക കാലം. ചുവപ്പ് പട്ടൊടുത്ത് നെറ്റിയിൽ കുറിവരച്ച് അനുഷ്ഠാനത്തിന്റെ കൈകൾ കോർത്ത് അടിയ സമുദായം ഓർമ്മകളെ തിരികെ വിളിച്ചു. തിരുനെല്ലി ക്ഷേത്രനടയിൽ നിന്ന് തുടങ്ങി വീട് വീടാന്തരം കയറിയിറങ്ങി നാടിന്റെ നല്ല കാലത്തിനായാണ് ഖതികയുടെ ഉണർത്തുപാട്ടുകൾ. തിരുനെല്ലിയിലും തൃശ്ശിലേരിയിലും മാത്രം ഒതുങ്ങുകയാണ് ഇന്ന് ഈ അനുഷ്ഠാനങ്ങൾ. ഖതികയുടെ ആചാര്യനായിരുന്ന PK കാളനും മരുമകൻ PK കരിയനും ശേഷം ഖതികയെ ഗോത്രഗ്രാമങ്ങളിൽ നിലനിർത്താൻ സമുദായവും പാടുപെടുകയാണ്. നാട്ടുഖതികയെന്ന ആചാരത്തനിമയുടെ നിധി സൂക്ഷിപ്പുകാരാണ് അടിമ സമൂഹം. ഗോത്രജീവിതത്തിന്റെ അതിവേഗം പിന്നിട്ടു പോകുന്ന കാഴ്ചകളിൽ നാട്ടുഖതിക സവിശേഷമാണ്. മൂപ്പൻ പാട്ടുപാടി അനുഷ്ഠാനത്തെ ഉണർത്തുമ്പോൾ സ്ത്രീവേഷം കെട്ടിയ പുരുഷന്മാർ കുടിലിനകത്തുനിന്ന് ഇറങ്ങുകയായി. ഉറഞ്ഞു തുള്ളിയ മൂപ്പന്മാർ കൽപ്പിക്കുന്ന വിധിയുടെ അനന്തരം ജാതിമത ഭേദമന്യേ വീടാന്തരം നാട്ടുഖതിക കയറിയിറങ്ങുകയായി. കർണാടകയിൽ നിന്നുമാണ് അടിയരുടെ വയനാട്ടിലേക്കുള്ള കുടിയേറ്റം. കന്നഡ കൂട്ടിക്കലർത്തിയ ഭാഷയും ജീവിത രീതിയുമാണ് ഇവരിൽ ശേഷിക്കുന്നത്. ഏറെക്കാലം ഇവരുടെ കുടിലുകളിൽ തന്നെയാണ് ഖതിക എന്ന കലാരൂപം ഒതുങ്ങി നിന്നത്. PK കാളനാണ് ഈ അനുഷ്ഠാനത്തിന്റെ അല്പം ഭാഗമെങ്കിലും പുറം ലോകത്ത് എത്തിക്കാനായി പരിചയപ്പെടുത്തിയത്. നമുക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കലാരൂപവും അനുഷ്ഠാനവുമല്ല ഇത്. വരും തലമുറകൾ ഇതിനെ ഏറ്റെടുക്കണം. ഇതിനായി നാട്ടുഖതികയെ ജനസമക്ഷം അവതരിപ്പിക്കുന്നു എന്നാണ് PK കാളൻ പറഞ്ഞത്.